ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശൈഖ് ജീലാനിയെ ശങ്കരാചാര്യരാക്കിയവരാണ് നിങ്ങളെന്ന്. അൽബനാറിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അൽബനാറിന്റെ ശേഷമുള്ള ലക്കത്തിൽ അതിന്റെ വിശദീകരണം കാണാം. ഏത് നിലക്കാണ് പറഞ്ഞത് എന്ന് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്റ്റേജുകളിൽ വെച്ചതിന്റെ മറുപടികൾ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനിയോടെന്താ ആവശ്യപ്പെടുന്നത്? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീൻ. മുഹിയുദ്ദീൻ ശൈഖിനോട് ബഹുമാനിക്കുന്ന കോലമാണിത്. ഇങ്ങനെയാണോ ബഹുമാനിക്കൽ? മുഹീദ്ദീൻ ശൈഖേ, നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ള ഒരു മാർഗത്തിലേക്ക് എൻ്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ച തരണം. അത് അല്ലാഹ് നിങ്ങൾക്ക് തന്ന കഴിവാണ്. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ഉടമ നിങ്ങളാണ്. നോക്കണം, നിങ്ങൾ ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഈ ലോകത്താർക്കാണ് കഴിയുക? നേരിന്റെ മാർഗത്തിലേക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്ഷണിക്കാനല്ലാതെ നേരിന്റെ മാർഗത്തിലേക്ക് ഒരാളുടെ മനസ്സിലേക്ക് അങ്ങ് കടത്തിവിടാൻ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും സാധിച്ചിട്ടുണ്ടോ? മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ അത് കഴിയേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിഴൽ പോലെ പിന്തുടർന്നിരുന്ന ഏറ്റവും വലിയ സഹായിയായി ജീവിച്ച അബൂ താലിബ് എന്ന പിതൃവ്യൻ കാഫിറായിട്ടല്ലേ മരിച്ചുപോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്ര ആഗ്രഹമുണ്ടായിരുന്നു അബൂ താലിബ് ഒന്ന് നന്നായി കാണണം, അബൂ താലിബിന്റെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചമൊന്ന് കിട്ടണമെന്ന് മുത്തുനബി എത്രയോ ആവേശത്തോടുകൂടി ആഗ്രഹിച്ചിട്ടില്ലേ? ആ സങ്കടം അവസാന സമയത്തും അവിടെ പോയി പറഞ്ഞില്ലേ? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതൃവ്യാ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞേക്കണം. പക്ഷേ പറഞ്ഞില്ലല്ലോ ആ മനുഷ്യൻ തന്റെ പാരമ്പര്യമായ ശിർക്കിന്റെ മതത്തിലായി കൊണ്ടല്ലേ മരിച്ചുപോയത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സങ്കടം വന്നില്ലേ? തൻ്റെ ആ ഉപദേശം ഈ മനുഷ്യൻ സ്വീകരിക്കാതെ പോയില്ലേ എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടെ ഓർത്തപ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമാധാനിപ്പിച്ചില്ലേ? റബ്ബിന്റെ ആയത്തല്ലേ ഓതി കേൾപ്പിച്ചത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ കഴിവെന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സംസാരിക്കുന്നു, അവർ കേൾക്കുന്ന ഉച്ചത്തിൽ പറയുന്നു, യാ അമ്മി എന്ന് വിളിക്കുന്നു, ഖുൽ എന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് ഉപദേശിക്കുന്നു. അത് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ ഒരു കഴിവാണ്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നു, കേൾപ്പിക്കുന്നു. പക്ഷേ ആ കേൾപ്പിച്ച കാര്യത്തെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്ന മുസ്ലിമായി മരിപ്പിക്കാൻ, ഹിദായത്തിലാക്കി തീർക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സാധിച്ചോ? സാധിച്ചില്ലല്ലോ. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ് മരണത്തിന്റെ ശേഷം ജീലാനിയോട് വിളിച്ചു പറയുന്നത്. എന്ത്? അതാ നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ള നേരിന്റെ മാർഗമില്ലേ, ആ നേരിന്റെ മാർഗത്തിന്റെ ഉടമ ഇപ്പൊ നിങ്ങളാണ്. അത് അല്ലാഹ് നിങ്ങൾക്ക് തന്നതാണ്. ആ മാർഗത്തിലേക്ക് എന്നെയും വഴികൂട്ടണം. അതേപോലെ തന്നെ വനജ്ജിഹി മിൻ ലളാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീൻ. നരകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാ പറയുന്നതിന് ചുരുക്കം. നരകത്തിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം. ഇതാണോ ബഹുമാനം? ഈ നിലക്കുള്ളൊരു ബഹുമാനം ഇസ്ലാമിലില്ല കേട്ടോ. ഇനി മമ്പർത്ത തങ്ങളെ എങ്ങനെയാ ബഹുമാനിക്കുന്നത്? കേരളീയരായ ചില ആളുകൾ കൊച്ചുകുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു മാസികയുണ്ട്, കുസുമം.